Good morning to all. Today we are discussing features of Python. Python പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, ജാവ എക്സെട്ര ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുമായിട്ട് പൈത്തൺ പ്രോഗ്രാമിനെ നാം താരതമ്യം ചെയ്യുമ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കൂടുതൽ ഫീച്ചേഴ്സ് ഇവയിൽ നിന്നും കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫീച്ചേഴ്സാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നിന്നും മോർ പോപ്പുലർ ആൻഡ് വാല്യുബിൾ, ഏറ്റവും പ്രശസ്തി ആർജിച്ച, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വാല്യൂ നൽകുന്ന എന്ന് വെച്ചാൽ ഉപകാരപ്രദമായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജാക്കി മാറ്റുന്നത്. വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നവഡേയ്സ്, ഏറ്റവും ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ ഒന്നായിട്ട് പൈത്തൺ മാറാനും കാരണം ഈ ഫീച്ചേഴ്സാണ്. അതിൽ ഒന്നാമത്തെ ഫീച്ചർ എന്ന് നാം പറയുന്നത് ഈസി ടു ലേൺ ആൻഡ് യൂസ്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു, അവയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും പൈത്തണിൽ നമുക്ക് സാധിക്കും. അതാണ് ഒന്നാമത് സിമ്പിൾ സിൻറ്റാക്സ്. അതിനൊരു കാരണം സിമ്പിൾ സിൻറ്റാക്സ് ആണ്. ഇപ്പോൾ അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ കേളി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോഴും സെമികോളൻ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കേളി ബ്രാക്കറ്റ്സിൻ്റെയോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ സെമികോളൻ്റെ ആവശ്യമോ അത്തരത്തിലൊന്നും തന്നെ പൈത്തൺ പ്രോഗ്രാമിൽ ആവശ്യമില്ല. അതാണ് ഇവിടെ ഈസി ടു ലേൺ ആൻഡ് യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തത് എക്സ്പ്രസീവ് ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ C++ലെ പോലെ നമ്മൾ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ കേളി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല പൈത്തണിൽ പറഞ്ഞു. അതുപോലെ തന്നെ അത് എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് സെമികോളൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. C++ൽ അങ്ങനത്തെ സെമികോളനോ ആവശ്യമില്ല. അതുപോലെ തന്നെ നോ നീഡ് ഫോർ വേരിയബിൾ ഡിക്ലറേഷൻ, വേരിയബിൾ ഡിക്ലറേഷൻ്റെ ആവശ്യവും ഇല്ല. ഇപ്പോൾ നമുക്ക് C++ലും സിയിലൊക്കെ ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അതിനുശേഷമേ വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു വേരിയബിൾ ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കൺസൈസ് കോഡ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് വി നീഡ് ഓൺലി ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് കമ്പയർ ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ്. കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് തന്നെ പ്രോഗ്രാം എഴുതാൻ കഴിയും. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ വളരെ കുറവ് ലൈൻസ് ഓഫ് കോഡ് തന്നെ നമുക്ക് പ്രോഗ്രാം ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം കേളി ബ്രാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല, സെമികോളൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് തന്നെ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ രണ്ട് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ഈസി ടു ലേൺ, രണ്ടാമത്തെ എക്സ്പ്രസീവ്. നമ്മൾ പറഞ്ഞു ഒരു കോംപ്ലക്സ് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ പൈത്തൺ ഉപയോഗിച്ച് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് മതി എന്ന് പറഞ്ഞു. ഇവിടെ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരു പൈത്തണും അതുപോലെ തന്നെ സിയും തമ്മിലൊരു കമ്പാരിസണാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് പ്രാക്ടിക്കലായിട്ട്. ഇവിടെ വെൽക്കം എന്നുള്ള മെസ്സേജ് പൈത്തണിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സിംഗിൾ ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് മതി. ദ പ്രിൻറ്റ് വെൽക്കം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇതാ വെൽക്കം എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ നമ്മളത് സിയിൽ ഇതേ മെസ്സേജ് C പ്രോഗ്രാമിൽ ഡിസ്പ്ലേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ഹെഡർ ഫയൽ വരണം. stdio.h എന്നുള്ള ഹെഡർ ഫയൽ വരുന്നുണ്ട്, മെയിൻ ഫംഗ്ഷൻ വരുന്നുണ്ട്, നമ്മൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള മെസ്സേജ് വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് എൻഡിൽ സെമികോളൻ കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ 0 സെമികോളൻ കൊടുത്തിട്ടുണ്ട്, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ അതേ മെസ്സേജ് നമുക്ക് വരും, വെൽക്കം. ഇത് എല്ലാ ഔട്ട്പുട്ടിൻ്റെ കൂടെ വരുന്നതാണ്. വെൽക്കം എന്നുള്ള ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈൻ എല്ലാ ഔട്ട്പുട്ടിൻ്റെ കൂടെ വരും.
ഇപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ലൈൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് ആ ഒരു വെൽക്കം എന്നുള്ള മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ. ഇതാണ് ആ ഡിഫറൻസ് പറഞ്ഞിട്ടുള്ളത്. രണ്ടും വരുമ്പോൾ ഇവിടെ കേളി ബ്രാക്കറ്റ് വരണം, അതുപോലെ തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ടെർമിനേറ്റഡ് ബൈ സെമി കോളൻ, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്നത് സെമി കോളനിലാവണം. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് C++ൽ വരുന്നുണ്ട്. എന്നാൽ ഇങ്ങനത്തെ ഒന്നും അങ്ങനെ അത്തരത്തിലുള്ള ഒരു സിൻറ്റാക്സും നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിങ്ങിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൻ്റെ സൈസ് വളരെ കുറവാണ്. നെക്സ്റ്റ്, ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പൈത്തൺ ഈസ് ആൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്, മീൻസ് ട്രാൻസ്ലേറ്റിംഗ് ആൻഡ് റണ്ണിങ് the statements or instructions line by line ആയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും ഇങ്ങോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എക്സിക്യൂഷൻ നടത്തുന്നതും ലൈൻ ബൈ ലൈനാണ്. നമ്മൾ പറഞ്ഞു ഒരു ലൈൻ എടുക്കും, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എക്സിക്യൂഷൻ നടക്കും, രണ്ടാമത്തെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എക്സിക്യൂഷൻ നടക്കും. ഇങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും എറർ, സിൻറ്റാക്സ് എററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോജിക് എററോ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എറേഴ്സ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ എറേഴ്സിനെ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡീബഗ്ഗിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് ഡീബഗ്ഗിങ് ഈസി എന്ന് പറഞ്ഞത്. ഒന്നാമത്തെ ലൈനിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ ഉടനെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും, ഡീബഗ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ലൈനും നമുക്ക് പെട്ടെന്ന് തന്നെ ഡീബഗ് ചെയ്യാം, കാരണം അതിൽ ഉടനെ തന്നെ അത് എടുത്ത് ഉടനെ തന്നെ ട്രാൻസ്ലേഷൻ സമയത്ത് തന്നെ എറർ റിട്ടേൺ ചെയ്യും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനും മൂന്നാമത്തിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ട്രാൻസ്ലേറ്റിംഗ് ആൻഡ് റണ്ണിങ് ലൈൻ ബൈ ലൈൻ. അതുപോലെ തന്നെ ഡീബഗ്ഗിങ് ഈസിയാണ്, പറഞ്ഞു കഴിഞ്ഞു. ഇനി തേർഡ് പോർട്ടബിൾ എന്നൊന്ന് ക്രോസ് പ്ലാറ്റ്ഫോം എന്നാണ്. പൈത്തൺ പ്രോഗ്രാമിന് നമുക്ക് വിൻഡോസ് പ്ലാറ്റ്ഫോമിൽ റൺ ചെയ്യാൻ പറ്റും, വിൻഡോസിൽ റൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പൈത്തൺ പ്രോഗ്രാമൊക്കെ ലിനക്സിൽ റൺ ചെയ്യാൻ പറ്റും, അതുപോലെ മാക് OSൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടെ ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് യു ആർ ഡെവലപ്പിംഗ് എ പ്രോഗ്രാം ഇൻ വിൻഡോസ് പ്ലാറ്റ്ഫോം, വിൻഡോസിൽ നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്താൽ സെയിം കോഡ് വി ക്യാൻ റൺ ഇൻ ലിനക്സ് പ്ലാറ്റ്ഫോം ആൾസോ. ലിനക്സിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും, ഒരു മോഡിഫിക്കേഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ വളരെ ചെറിയ തോതിലുള്ള മോഡിഫിക്കേഷനോട് കൂടി തന്നെ നമുക്കതിനെ റൺ ചെയ്യിക്കാൻ കഴിയും. അതാണ് ഇവിടെ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്ലാറ്റ്ഫോമിന് ആശ്രയമില്ല, നമുക്ക് ഇത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോമിലുള്ള പ്രോഗ്രാം തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ മോഡിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പോർട്ടബിൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. ഇപ്പോൾ വിൻഡോസ് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ല, എന്ന് വെച്ചാൽ അത് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഫ്രീ നമുക്കത് നമ്മുടെ സിസ്റ്റത്തിന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ ലിനക്സ് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെയാണ് പൈത്തണും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. എന്ന് വെച്ചാൽ ഈ പൈത്തണിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും പൈത്തൺ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ എൻ്റയർ പ്രോഗ്രാമിംഗ് കോഡ്, ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർപ്രറ്ററൊക്കെ പൈത്തണിൻ്റെ ഇൻ്റർപ്രറ്റർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ കോഡ് മുഴുവനായിട്ട് കോഡ് മുഴുവനായിട്ട് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും അത് പഠിക്കാനും അതുപോലെ തന്നെ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള അവകാശം നമുക്ക് തരുന്നുണ്ട്. അതുപോലെ ഇഫ് യു ആർ കേപ്പബിൾ ടു മേക്ക് എനി മോഡിഫിക്കേഷൻ, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അതിൽ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താനുള്ള ഒരു റൈറ്റും നമുക്ക് നൽകുന്നുണ്ട്. അതാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ കോഡ് നെറ്റിൽ പബ്ലിക്കിന് ആക്സസ് ചെയ്യാം, ഇൻ്റർനെറ്റിൽ നിന്നും പബ്ലിക്കിന് ആക്സസ് ചെയ്യാം. അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ നമുക്ക് കഴിയുകയാണെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്താനും സാധിക്കും. അടുത്ത ഫീച്ചർ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. രണ്ട് തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്.
അല്ലെങ്കിൽ 2 തരം കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് പ്രൊസീജറൽ ഓറിയൻറ്റഡും രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സും. അപ്പോൾ പ്രൊസീജർ എന്ന സി എന്ന് വരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വരുന്നത് പ്രൊസീജറാണ്. അതുപോലെ C++, അതുപോലെ തന്നെ ജാവ ഒക്കെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ രണ്ടും പ്രൊസീജറും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഫീച്ചേഴ്സും കൂടിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ. ഇതിൻ്റെ 2 ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് പൈത്തൺ ഈസ് എ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പ്രൊസീജർ ഓറിയൻറ്റഡ് കോൺസെപ്റ്റും കൂടി അതിൽ ഇൻബിൽട്ടായിട്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ പൈത്തൺ ഈസ് എ പ്രൊസീജറൽ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ പ്രൊസീജറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കോൺസെപ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഹൂപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, അതുപോലെ പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, ഇതെല്ലാം പൈത്തൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്, ഒബ്ജക്റ്റ് എക്സെട്ര. ലാസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി. ഈ ലൈബ്രറി മീൻസ് ഈസ് എ കളക്ഷൻ ഓഫ് മോഡ്യൂൾസ് ആൻഡ് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. നമ്മൾ ഓരോ മോഡ്യൂളുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ലൈബ്രറീസായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ലൈബ്രറിയും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള ഓപ്പറേഷൻ നടത്താനുള്ള മോഡ്യൂൾസിൻ്റെയും ബിൽറ്റ് ഇൻ ഫങ്ഷൻസിൻ്റെയും ഒരു കളക്ഷനാണ് ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ വെറൈറ്റി ഓഫ് ലൈബ്രറീസ് അവൈലബിൾ ആണ്. അതിൽ ലൈബ്രറീസിന് എക്സാമ്പിളാണ് താഴെ തന്നിട്ടുള്ളത്. മാത്തമെറ്റിക്കലായിട്ട് ഓപ്പറേഷൻ നടത്താനുള്ള ഫങ്ഷൻസ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. നമുക്ക് SQRT എന്നുള്ളത് ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ്. അതാണ് കൊടുത്താൽ നമ്മൾ കൊടുത്ത നമ്പറിനുള്ള സ്ക്വയർ റൂട്ട് അത് റിട്ടേൺ ചെയ്യും. അതുപോലെ തന്നെ പവർ കാണാൻ കൊടുത്താൽ പവർ റിട്ടേൺ ചെയ്യും. സൈന്, കോസി വാല്യൂസ്, ടാൻ വാല്യൂ എല്ലാം റിട്ടേൺ ചെയ്യും. അതുപോലെ പാണ്ടാസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ പറയാൻ ഡാറ്റ സയൻസിൽ ഹ്യൂജ് സെറ്റ് ഓഫ് ഡാറ്റ അനാലിസിസ് ചെയ്യാനുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പാണ്ടാസിലുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളുടേതായ കോഡ് എഴുതേണ്ട ആവശ്യമില്ല, നമുക്കത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഡാറ്റ അനാലിസിസ് ചെയ്യാൻ പറ്റും. അതുപോലെ മാത്ത് എന്ന് വെച്ച് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ നടത്താൻ പറ്റും. മാത്പ്ലോട്ട്ലിബ് അങ്ങനെയുള്ള ലൈബ്രറിയാണ് വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്. ചാർട്ട് രൂപത്തിലൊക്കെ നിങ്ങൾക്കറിയാം പൈ ചാർട്ട്, അതുപോലെ തന്നെ ബോക്സ് പ്ലോട്ട് ചാർട്ട്, അതിലുള്ള ചാർട്ടുകളുമായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാത്പ്ലോട്ട്ലിബ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ലൈബ്രറിയാണ് sklearn. മെഷീൻ ലേണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് sklearn എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി പൈത്തണിൽ അവൈലബിൾ ആണ്. ഇത്രയാണ് ഫീച്ചേഴ്സിൽ ഏറ്റവും എടുത്തു പറയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സായിട്ട് പൈത്തണിൽ അറിയപ്പെടുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.